ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല വെയിൽ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇന്നൊരു 6 കിലോമീറ്റർ. കുറച്ച് സമയം ഇന്ന് റെസ്റ്റാണ്. എനിക്കും കിട്ടിയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. വേണ്ട, ഇതാണെങ്കിൽ പുലിയുടെ കാൽപ്പാടാണെന്ന് പറയാം. നമ്മൾ വാൾപേപ്പർ കാണും പോലെ ഉണ്ടല്ലേ. ഓക്കെ, നമ്മളെത്തിയിട്ടുണ്ട്. അയ്യോ എത്തിയില്ല, ഇനിയുണ്ട്. ഇങ്ങനെ പോട്ടോ, ഇത് വരുന്നു ചേർക്കെ. നൈസാണ്, കുഴപ്പമില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ട്രക്കിങ്ങുകളിൽ ഒന്നായ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ട്രക്കിങ്ങിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, കാണാത്തവർ കാണുക കേട്ടോ. നമ്മൾ ട്രക്കിങ് ആരംഭിച്ചിട്ടുണ്ട്, അല്പദൂരം മാത്രമേ നമ്മൾ കടന്നു വന്നിട്ടുള്ളൂ. അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയതുകൊണ്ട് ലെങ്ത് അല്പം കൂടും. എങ്ങനെയാണ് നമുക്ക് എത്താൻ പറ്റുക, എങ്ങനെ ടിക്കറ്റ് എടുക്കാം, എല്ലാ കാര്യങ്ങളും വളരെ വിശദീകരിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോകുന്ന വഴികളും എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ കാണിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫ്ലൈനാണ്, ഓൺലൈൻ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഓഫ്ലൈനാണ് ബുക്ക് ചെയ്തത്. നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ പരിചയപ്പെട്ട വെള്ളായണിക്കാരനാണ് നമ്മളെ കൂടെ ഉള്ളത്. പേരെന്ന് പറയുന്നത് റജിം ഷാ. നമുക്ക് ഒരുപാട് കൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അതിലൊരു കൂട്ടാണ് റജിം ഷാ. എന്നാലും നമ്മൾക്ക് ഒരുമിച്ചായിരിക്കും ഇതിൽ പോകുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരണ വഴിക്ക്, അല്ലെങ്കിൽ അവരൊക്കെ സ്വഭാവം എനിക്കറിയത്തില്ല, എന്തായിരുന്നിട്ട് വരണ വഴിക്ക് പരിചയപ്പെടുത്തും. ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് കയറുന്നത് മുതൽ ഒരു അടിപൊളി കാടിൻ്റെ ആംബിയൻസ് ആണ്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 4 അടി 3 അടി വഴിയൊക്കെ ഉള്ളതാണ് നമ്മൾ നടന്നു പോകുന്നത്. വഴി ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. അതായത് കാടിൻ്റെ അകത്തൂടെ നമുക്ക് നല്ല രീതിയിൽ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ കണക്കിനുള്ള ഒരു വഴിയും, അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഇപ്പോൾ മഴ സീസണൊന്നുമല്ല, അതുകൊണ്ട് സൈഡിലായിട്ടൊക്കെ കരിയിലയും എല്ലാം ഉണങ്ങി കിടപ്പുണ്ട്. മരങ്ങളും അതുപോലെ തന്നെയാണ്, നല്ല പച്ചപ്പുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ എത്തുമ്പോഴത്തേക്ക് ഉണങ്ങിയ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കൂട്ടത്തോടെ അകത്തോട്ട് കയറിയ ആൾക്കാർ പലരും ഫ്രണ്ടേ പോയി, ഇനി കുറച്ച് ആൾക്കാർ പുറകെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് ഏകദേശം 14 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള അതിരുമല ക്യാമ്പാണ് എല്ലാവരുടെ ലക്ഷ്യം. അതായത് നടന്ന് നമ്മൾ അവിടെ എത്തുക. ഇന്നത്തെ ദിവസം അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, അതുകൊണ്ട് പതിയെ നടന്ന് അവിടെ എത്തുക. ഇപ്പോൾ അത്യാവശ്യം നല്ല വഴിയാണ്, കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വഴിയാണ്. ഏകദേശം 8 കിലോമീറ്റർ ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കുറേ ദൂരം നമുക്കിങ്ങനെ അങ്ങ് പോകാൻ പറ്റും. അതാണ്, നടന്ന് ഈസിയായിട്ട് നടന്നു പോകാൻ പറ്റും. നമ്മൾ മാക്സിമം ആര് വന്നാലും മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. ഏറ്റവും വെയിറ്റ് കുറച്ച് വന്നാൽ അത്രയ്ക്കും നമുക്ക് നന്നായിട്ട് നടന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. നമ്മൾ മാക്സിമം കുറച്ചിട്ടുണ്ട്. പക്ഷേ ക്യാമറ, പവർ ബാങ്ക്, അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ വെയിറ്റ് ആയിട്ടുള്ളൂ. പിന്നെ ഒരു വടി, നമ്മൾ കുത്തി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വടി എടുത്തിട്ടുണ്ട്. അതൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ മാക്സിമം വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് പാർട്ടായിട്ടായിരിക്കും വരിക. നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് മാക്സിമം നല്ല രീതിയിൽ ഞാനിത് എടുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരും. ഒരു യാത്രാ അനുഭവം തന്നെ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും. അതുകൊണ്ട് എല്ലാ എപ്പിസോഡും കാണണം. പിന്നെ ഇതിൻ്റെ തന്നെ നല്ല കാൻഡിഡ് ആയിട്ടുള്ള കുറച്ച് വിഷ്വലും കൂടെ എടുത്തിട്ട് അത് സെപ്പറേറ്റ് ഒരു എപ്പിസോഡിൽ ഉറപ്പായിട്ടും വരും. അതും കാണാം. നമ്മൾ ഫസ്റ്റ് ഒരു അരുവിലേക്ക് എത്തുകയാണ് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാലേ, നമുക്ക് മാക്സിമം സമയമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള മാക്സിമം നല്ല രീതിയിലുള്ള നല്ല കാഴ്ചകൾ എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഒരു അരുവിലേക്ക് എത്തുകയാണ് കേട്ടോ.
ട്രക്കിങ്ങിന് വരുമ്പോൾ ഇതുപോലെ ഗ്യാങ്ങായിട്ട് വരാൻ കേട്ടോ, അതൊരു വേറൊരു വൈബാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ കൂടി ഫ്രണ്ട്സോ ബന്ധുക്കളോ ഒക്കെ ചേർന്ന് വരികയാണെങ്കിൽ പാട്ടും പാടി അടിപൊളിയായിട്ട് ആഘോഷപരമായിട്ട് പോവാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പേരുകളൊന്നും കറക്റ്റ് അറിയത്തില്ല. എന്തായാലും എഴുതി വെച്ചിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോട്ട് ചെയ്ത് പറഞ്ഞു തന്നായിരിക്കും. ഇത് രണ്ടാമത് ഒരു അരുവിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു അരുവിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഗൈഡ് ചേട്ടൻ പോകുന്നുണ്ട്, നോക്കട്ടെ, ചോദിച്ചിട്ട് പറഞ്ഞുതരാം. നമ്മളിവിടെ ഉണ്ടായിരുന്ന മറ്റേ പുള്ളി അങ്ങ് പോയാട്ടോ. കാര്യം വേറൊന്നുമല്ല, ഞാൻ പതിയെ നല്ല സ്ലോയിലാണ് പോകുന്നത്. സംഭവം വീഡിയോ എടുക്കണം, കുറേ ഫോട്ടോ എടുക്കണം, ആ കാര്യങ്ങളുണ്ട്. ഞാൻ പതുക്കെ പോകുന്നത്. അപ്പോൾ ആ പുള്ളി മുന്നേ അങ്ങ് പോയി. പിന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഞാൻ ആരും ഓവർടേക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഞാൻ പതിയെ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഞാനും ഒരുപാട് വീഡിയോസ് കണ്ടു വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലമാണ്. പിന്നെ അതല്ലാണ്ട് 2000-ഓളം ഔഷധ സസ്യങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരുപാട് വന്യമൃഗങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. വന്യമൃഗങ്ങൾ പറയപ്പെടുന്നതല്ല, ഉണ്ട്, മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ആനക്കൂട്ടം ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അവിടെ നമ്മൾ കേട്ടായിരുന്നു, വിളിച്ച് പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഗൈഡ്സ് മാറ്റിയിട്ടാണ് ഈ ട്രക്കിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിടുന്നത്. അങ്ങനെ ഒന്നും കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ദൂരത്തുനിന്ന് കണ്ടാൽ ഓക്കെ, എന്നുവെച്ചാൽ നമുക്ക് മനോഹരമായിട്ട് പോയിട്ട് വരാം. കാഴ്ചകൾ കണ്ട് വേറെ റിസ്ക്കൊന്നും ഇല്ലാതെ, ആർക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിട്ട് വരാം. അതാണ് ഒരാഗ്രഹം. ഒന്നും ആയിട്ടില്ല, നന്നായിട്ട് നടക്കാനുണ്ട്, കുഴപ്പമില്ല. എന്തായാലും പ്രോഗ്രാമിനൊക്കെ പോയിട്ട് നടന്നിട്ടുള്ളൊരു കോൺഫിഡൻസാണുള്ളത്. എത്രത്തോളം പോകുമെന്ന് അറിയത്തില്ല. ഫുഡിൻ്റെ വെയിറ്റ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് കഴിയും. അപ്പോൾ പോകുന്ന വഴിയിൽ സൈഡിൽ കണ്ടതാണ് കേട്ടോ, ഒരു ചെറിയ വിളക്ക് കത്തിക്കാനുള്ളൊരു സ്പേസ്, ഒരു ഗണപതിയുടെ വിഗ്രഹം, അങ്ങനെ തുടങ്ങിയിട്ടൊരു സ്ഥലം. ഇവിടെയും ഒരു അരുവി പോകുന്നുണ്ട്. അരുവിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അരുവികൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോറാവുകയാണെങ്കിൽ മാത്രമേ കട്ട് ചെയ്യത്തുള്ളൂ. ഒരുപാട് അരുവികൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്, നമ്മൾ പറഞ്ഞില്ലേ കരമനയാറ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേറെയും ഒരുപാട് അരുവികളും നദികളൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അതായത് അവരുടെ ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു, ഇന്നലെയോ മെനങ്ങനോ കയറിയ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞോ? എവിടെ സ്ഥലം? എവിടെ? ഉള്ളൂർ. ഓക്കെ, ഞാൻ നെടുവാങ്ങാം. അപ്പോൾ കഴിഞ്ഞ ആൾക്കാർ തിരിച്ചു പോകുന്നു, നമ്മളെല്ലാം അങ്ങോട്ട് കയറുന്നു. ഇന്നലെ നേരത്തെ കണ്ട ആൾക്കാർ പറഞ്ഞ ഇന്നലെ നല്ല കോടയായിരുന്നു, ഇന്നിപ്പോൾ കോടയില്ല എന്നാണ് പറയുന്നത്. നോക്കാം, ഇന്നെന്തായിരുന്നു നമ്മൾ കയറത്തില്ലല്ലോ. പിന്നെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളവിടെയൊക്കെ മരങ്ങളിത്ര തിങ്ങി നിൽക്കാത്തതുകൊണ്ടായിരിക്കും എവിടെ വെച്ചാലും ഒരു ഫോട്ടോ എടുക്കാനായിരുന്നാലും വീഡിയോയ്ക്ക് ആയിരുന്നാലും ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ഒരു ഫ്രെയിം ഭയങ്കര ബ്യൂട്ടിയാണ്. വേറെ ഒരു സ്ഥലം നമ്മൾ എടുക്കുന്നത് പോലെയല്ല, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ആ ലൈറ്റിങ്, സൂര്യരശ്മികൾ വരുന്നില്ലേ, അത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. അതുകൊണ്ട് എവിടെ വെച്ച് എങ്ങനെ ഫോട്ടോ എടുത്താലും അടിപൊളി ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്യാമ്പ് എത്തിയിട്ടുണ്ട്, ലാത്തിമുട്ട. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്യാമ്പ് ഷെഡ് എന്ന് പറയുന്നത്. അതിന് ചുറ്റും മറ്റേ കുഴി ഉണ്ടല്ലോ, വന്യമൃഗങ്ങളൊന്നും അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുഴി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഷെഡ് വേണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അങ്ങനെയുള്ളൊരു സെറ്റപ്പ്.
ഓക്കെ, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വേറെ ആൾക്കാരുണ്ട്, ആ ഫ്രണ്ടിൽ പോകുന്നു. നമ്മുടെ ജോലിയൊക്കെ ചെയ്യുന്ന കൂട്ടുകാരന്മാരാണ്. വീഡിയോഗ്രാഫറുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് അടിപൊളിയാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. കാടിനെ സ്നേഹിക്കുന്ന ആൾക്കാരും പിന്നെ ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ തിരിച്ചു വരുന്നവരുണ്ട് കേട്ടോ. തിരിച്ചു വരുന്നവർ വളരെ ഹാപ്പിയാണ്. പോയിട്ട് വരുന്നവർ അവരെല്ലാം വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഫോണ് കട്ടായതാണ്. പിന്നെ അങ്ങോട്ട് നമുക്ക് ഫോണിൽ ആരെയും ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഒരു സമാധാനമുണ്ട്. സമാധാനം മീൻസ് വർക്കിൻ്റെയും ബാക്കി കാര്യങ്ങളില്ലേ. അപ്പോൾ അതുകൊണ്ട് ഫോണ്, മെസ്സേജ്, വണ്ടികളുടെ സൗണ്ട് ഒന്നുമില്ല. ഈ കേൾക്കുന്ന സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അഡീഷണൽ സൗണ്ട് ഒന്നും ഇട്ടിട്ടില്ല. ഈ സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര രസമാണ്. നമ്മൾ പോയിട്ടുള്ളതിൽ ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മീൻമുട്ടി ഉണ്ടല്ലോ, മീൻമുട്ടി മാത്രമാണ് ഒരു അല്പമെങ്കിലും നമ്മൾ കാടിനകത്തൂടെ നടന്നെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ പോയി നമ്മുടെ കുരിശുമല എല്ലാ പ്രാവശ്യം പോകുന്നുണ്ട്. ബോണക്കാടും വന്നിട്ടില്ല. അതൊന്നും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ ഇതെന്തായിരുന്നാലും പൊളിയായിരിക്കും. തീർക്കരുത്. ഈ യാത്രയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം കുത്തനെയുള്ള കയറ്റങ്ങളുണ്ട്, നിരപ്പായ സ്ഥലങ്ങളുണ്ട്, അരുവികൾ ക്രോസ് ചെയ്യുന്നുണ്ട്, കാട്ടിനകത്തൂടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള കാലാവസ്ഥകൾ നമ്മൾ പരിചയപ്പെട്ട് പോകുന്നുണ്ട്. അത് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ്. ഇതാ ഈ കാണുന്നത് തന്നെ ഒരു അരുവിയാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, പക്ഷേ മഴ സമയത്ത് നന്നായിട്ട് വെള്ളം പോകുന്ന ഒരു അരുവിയാണ് കേട്ടോ. അപ്പോൾ തിരികെ വരുന്ന ആൾക്കാർ ബെസ്റ്റ് വിഷസ് ഒക്കെ പറയുന്നുണ്ട്. എന്നാലും അവർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, തീർക്കരുതെന്ന്. കാരണം കൊണ്ടല്ല, അവിടെ ചാർജിങ്, നമ്മൾ ആ ക്യാമ്പില്ലേ ഇന്ന് സ്റ്റേ ചെയ്യുന്ന അതിരുമല, അവിടെ ചാർജിങ്ങിന് എന്താണ് വളരെ കുറച്ച് ഇത് സംവിധാനങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചാർജ് തീർത്ത് കളയല്ലേ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് ഞാൻ 2 പവർ ബാങ്ക് കരുതിയിട്ടുണ്ട്. എന്നാലും എപ്പോഴും തീരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കാഴ്ചകൾ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ടും ആഡ് ചെയ്യും കേട്ടോ. ഒരു ക്യാമറ കട്ട് ചെയ്യാനേ തോന്നുന്നില്ല. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ സ്പേസും അതുപോലെ ചാർജ്, സ്പേസ് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ചാർജിൻ്റെ കാര്യം പണിയാവും. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നല്ല കാഴ്ചകൾ, ഇതിലുപരി നല്ല കാഴ്ചകൾ വരുമ്പോൾ എടുക്കാം കേട്ടോ. ആദ്യത്തെ 8 കിലോമീറ്റർ നമുക്ക് വലിയ ഹാർഡല്ല. എന്നാലും ഉള്ളതിൽ ചെറിയ സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട്. കുറച്ച് കയറ്റവും കല്ലും മണ്ണും ഒക്കെ ചവിട്ടി പോകാനുള്ള കുറച്ച് സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മുകളിൽ? സൂപ്പറല്ലേ? നല്ല കാലാവസ്ഥ, മഞ്ഞൊക്കെ ആയിട്ട് കുറെ വർഷത്തിന് ശേഷം നല്ല ഒരു പ്രത്യേകതയുള്ള യാത്രയാണ്. മഞ്ഞുണ്ടായിരുന്നല്ലേ? വർഷങ്ങൾക്ക് ശേഷം ആണ്. ആ വർഷങ്ങളായിട്ട് പറഞ്ഞാണ്. എത്രയാണ്? 8 വർഷം. ചേട്ടനാ 23. ആ കണ്ടിന്യൂസ് വരെ ഇടയ്ക്കിടയ്ക്ക് 23 പ്രാവശ്യം വന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റൂല, ടിക്കറ്റ് കിട്ടൂല. രണ്ടുപേരെ? ആ ചേട്ടാ എവിടെന്ന്? ബാലരാമപുരം, ഞാൻ നെടുമങ്ങാട്. ഫസ്റ്റ് ടൈം നെടുമങ്ങാട് മുണ്ടയിലെന്ന് പറഞ്ഞു. ഓക്കെ ഏട്ടാ, ശുഭയാത്ര. താങ്ക് യു. ഇപ്പം അത്യാവശ്യം തണലായി. കുറച്ച് വെയിലായിരുന്നു, സഹിക്കാൻ പറ്റാത്തൊന്നുമില്ല. വെയിലാണെങ്കിലും അതിനൊരു സുഖമുണ്ട്. ഇപ്പോൾ നല്ലൊരു തണലായേട്ടാ, ഫുള്ള് തണലാണ്. വെയിലടിക്കുന്നില്ല കേട്ടോ, വെയിൽ താഴേക്ക് വീഴുന്നില്ല. ഇവിടെയും ഒരു അരുവി പോകുന്നുണ്ട് കേട്ടോ. ശരി, ഇതുവഴി വെള്ളം ചാടി പോയിട്ടുള്ളതാണ് കേട്ടോ. ഇതുവഴി ഓരോ മരങ്ങളുടെ സൈസ് എന്താണ് മരമെന്നറിയത്തില്ല, പക്ഷേ സൈസ് മാരകം. അവിടെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം വെയിലുണ്ട്. 11 മണിയാവാൻ പോകുന്നുണ്ട്. ക്യാമ്പ് 2 കഴിഞ്ഞു. ഇവിടെ ഒന്നും ആരുമില്ല, നടക്കുക. തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്, ആൾക്കാർ പുറകെ വരുന്നുണ്ട്. കാഴ്ചകളൊന്നും പറയാനില്ല.
കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ആസ്വദിച്ചിട്ട് പോവാം. അത്ര മാത്രമേ പറയാനുള്ളൂ. പതിയെ പോയാൽ മതി. അപ്പോൾ അവരും അങ്ങനെ പറഞ്ഞു, പതിയെ പോയാൽ മതി. പിന്നെ ഇത് ട്രക്കിങ്ങിന് വരണം എന്നുള്ളൊരാഗ്രഹം കഴിഞ്ഞ പ്രാവശ്യം നോക്കി, ഇപ്രാവശ്യം നോക്കിയിട്ട് നമുക്ക് ഓൺലൈൻ കിട്ടിയില്ല, ഓഫ്ലൈൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓഫ്ലൈന് നമുക്ക് കിട്ടി, വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പോൾ അതിലെല്ലാം ആൾക്കാർ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇട്ടിട്ടുള്ളതുണ്ട്. അവർ പറയുന്നത് ഇതുപോലെ തന്നെയാണ്, സ്പീഡ് കാണിക്കേണ്ട കാര്യമില്ല, ഓടിപ്പോയിട്ട് അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടുപോയില്ലെങ്കിൽ അവിടെ പോയിട്ട് വെറുതെ നമ്മൾ സമയം കളയേണ്ടി വരും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് പതുക്കെ മുന്നോട്ട് പോകട്ടോ. നമ്മൾ കുറേ ദൂരം ഇങ്ങോട്ടായിട്ടുണ്ടേ. ഇവിടെ ഒരു വലിയൊരു മല കാണുന്നുണ്ട്. ഇതായിരിക്കില്ല, അതിൻ്റെ അപ്പുറം അടിപൊളിയായിട്ട് കാണാം. ഇവിടെ വന്നാൽ അവിടെ എവിടെയോ ആണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നതെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇപ്പോൾ കൂടെ ആരും ഇല്ല ചോദിക്കാനും. എന്തായാലും നല്ല കാറ്റ് വീശുന്ന ഒരു സൗണ്ട് വരുന്നുണ്ട്, നല്ലതായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ ഇല്ല, അപ്പുറത്തെ സൈഡിൽ നല്ല സൗണ്ട് കേൾക്കാം, നല്ല കാറ്റ് വീശുന്നതിൻ്റെ ഒരു സൗണ്ട്. So I have completed the trekking. So almost it is the third day. First day we walked around 12 kilometers. So we reached Agasthyamala base camp, that is called as Athiramala camp. And after that we went on day 2 to Agasthyarkudam, which is the topmost peak. They say that this is the second highest peak. So we have reached and we have done, and the person who is taking the video is about to go. So all the best for him. Okay. So I am coming from Chennai. Naresh. ഹായ് ഹായ്. എവിടെ നാട്ടാ? തിരുവനന്തപുരം. എല്ലാവരും തിരുവനന്തപുരം. എവിടെ തിരുവനന്തപുരം? തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാനുണ്ട്. നല്ല കാലാവസ്ഥയായിരുന്നോ? ഇന്നലെ കോടയായിരുന്നു ഭയങ്കര. ആണല്ലേ? മോളിൽ കയറി പക്ഷെ ഒന്നും കണ്ടില്ല. ആണല്ലേ? ഓ ഓ. ഇന്നിപ്പോ നല്ല വെയിലാണ്. കാറ്റോ? നല്ല കാറ്റായിരുന്നു. ഒരു രക്ഷയില്ല. ഇന്നിപ്പോ വെയില, കാറ്റും കുറവാ. വ്യൂ കാണുമായിരിക്കും, പക്ഷേ കേരള ഇച്ചിരി പാടായിരിക്കും ചൂട് കാരണം. അതെ അതെ. ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്ക്. ശരി. നമ്മൾ തിരുവനന്തപുരത്ത് കിടന്നിട്ട് ഇത്രയും നാളായിട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വേറെ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ പോയ ആൾക്കാരാണ് ചെന്നൈ, കാസർഗോഡ്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഇറക്കുന്ന സ്ഥലമാണ്. നമ്മളിതുവരെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല, പറഞ്ഞ് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും ഫസ്റ്റ് ടൈം ആയിരുന്നാലും 20, 25, 26, 40 വർഷമൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് വന്നിട്ട് പോയത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ നല്ല മഞ്ഞായിരുന്നു പറയുന്നുണ്ട്, പക്ഷേ ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഇനി നാളെ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയത്തില്ല. ഈ പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ ഒരുപാട് ക്രോസിംഗ് ഉണ്ട്. അവിടെ എല്ലാം മഴ സമയത്തല്ലെങ്കിൽ വേറൊരു കാലാവസ്ഥയിൽ വെള്ളം ചാടിപ്പോകുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല കേട്ടോ. ഉണ്ട്. മരങ്ങളുടെ സൈസ് ഉണ്ടോ? ഒരു രക്ഷയില്ലാത്ത സൈസാണ്. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, ഒരുപാട് ചെടികൾ. ആനപ്പിണ്ടം ഒരുപാട് ചെടികളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഇല ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. എല്ലാം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം സമയം നോക്കണം, അവരുടെ കൂടെ പോകണം, എല്ലാം നോക്കണം. ഓക്കെ. കണ്ടോ ഇത് കണ്ടോ? അല്ല, നമ്മൾ വീട്ടിലൊക്കെ നടുന്ന ചെടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കയറുന്നതിനേക്കാളും പ്രയാസം ഇറങ്ങാനായിരിക്കുന്നു. നമ്മൾ ചെറിയൊരു ഇറക്കം വരുമ്പോൾ തന്നെ നമുക്ക് കാല് കയറുന്നതിനേക്കാളും കുറച്ചുകൂടെ ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുവരെയ്ക്കും കുഴപ്പമൊന്നുമില്ല, വലിയ കയറ്റങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇടയ്ക്കൂടെ ഒന്ന് പറഞ്ഞു കേട്ടോ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, യാത്രകളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ ശൈലികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, മുന്നോട്ട് പോകാം. കഴിഞ്ഞോ? എവിടെ നിന്നാണ് പറഞ്ഞത്?
ഞാൻ കോട്ടയം. കോട്ടയം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ്. മുകളിൽ കയറി നല്ല കാറ്റാ, പക്ഷെ നല്ല രസമുണ്ട്. ഇന്നലെ കോടയായിരുന്നോ? കോടയാണ്, നല്ല കോടയാണ്, പക്ഷെ കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്. അടിപൊളി. നിങ്ങൾ 3 നേരം വന്നേ? ഞങ്ങൾ നേരം. അടിപൊളി. ശരി, കോട്ടയംകാരാണ്. അപ്പോൾ തിരുവനന്തപുരത്തുകാർ ഇനി മടിച്ചിരിക്കരുത്, കാരണം എല്ലാവർക്കും കയറാൻ പറ്റുന്ന നല്ല ഏജായിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്, വന്നു പോകുന്നുണ്ട്. ഗൈഡ് ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ ഹായ്, എന്താ പേര്? രാജേന്ദ്രൻ. ചേട്ടൻ കഴിഞ്ഞു വരികയാണോ അല്ലേ ഇവിടുന്ന്? ഇവിടെ രാവിലെ കൊണ്ടുപോയിട്ട് അവിടെ വരെ കൊണ്ടാക്കിയിട്ട് ഇനി തിരിച്ചു പോകണം. തിരികെ വീട്ടിൽ പോയില്ല, ഇല്ല, അവിടെ ആ ക്യാമ്പിലായിരിക്കും. വീടൊക്കെ നിങ്ങൾ എവിടെ അടുത്ത് തന്നെ? ബോണക്കാട്. ബോണക്കാട്. എന്നിവിടെ ഡ്യൂട്ടി ഉണ്ടാവും? എന്നും ഇല്ല, നമുക്ക് ഒരു സീസൺ പോലെ ലാസ്റ്റ് അവസാനത്തെ ആൾ ഒരാൾ പോവാനെ. ഇവിടെ നിന്ന് ഇറങ്ങുന്നല്ലേ? പിന്നെ രാവിലെ നിങ്ങളെ പോലെ വരും. ശരി, കാണാം. ഓക്കെ, ശരി ചേട്ടാ, ബൈ. അപ്പോൾ ഇപ്പോൾ കണ്ട ഗൈഡ് ചേട്ടനെ കണ്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ അടുത്ത് വരുന്നത് നമ്മുടെ കരമനയാറാണ്. നമ്മൾ ആദ്യം ഇവിടെ വരുന്ന മുമ്പ് പോയി കണ്ട, അതായത് എൻ്റെ വീടിൻ്റെ അടുത്തൂടെയൊക്കെ പോകുന്ന ഒരു കരമനയാറാണ് നമ്മളടുത്ത് കാണാൻ പോകുന്നത്. അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വാഴപ്പിണ്ടി ആറെന്ന് പറഞ്ഞിട്ടൊരു ആറൂടെ ഉണ്ട്. നമ്മുടെ ബാഗിലെ വെയിറ്റ് കുറയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കും. വലിയ വെയിറ്റ് ഇല്ല, ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് രാഹി എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. രാഹിയുടെ അമ്മയും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഈ ഒരു യാത്ര പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല പ്ലാൻ ചെയ്തത്, അളിയനും ഉണ്ടായിരുന്നു. അളിയന് ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ കാരണം ആണ് അളിയൻ മാറിയത്, വരാൻ പറ്റാതായത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ ചാനലിലേക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. ഓക്കെ, ഇതിനോട്ട് പോകാം. ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കരമനയാറിൻ്റെ ദൃശ്യങ്ങളിലോട്ട് പാടാം. ഇവിടെ നിൽക്കുന്ന മരങ്ങൾ കണ്ടോ? മരങ്ങൾ അതിൻ്റെ ഷേപ്പ് എന്തുമാത്രം വർഷങ്ങളായതായിരിക്കും അല്ലേ? അതുകൊണ്ട് അത് അടിപൊളിയാണ്. 2 മരങ്ങൾ ചേർന്ന്, 2 അല്ല, കണ്ടോ? ഇത് കണ്ടോ? ഇത് അത് പൊളിച്ചു. ഇത് 2 കൂടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരുമിച്ചാണ്, ഒരു മൂടാണ്, പക്ഷെ 2ആയിട്ടാണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. കമ്മിങ് ഫ്രം ബാംഗ്ലൂർ, ട്രിവാൻഡ്രം. നൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കരമനയാറിൻ്റെ ഉത്ഭവസ്ഥാനമല്ല, കുറച്ചുകൂടെ മുകളിലായിരിക്കും കേട്ടോ. പലയിടത്തുനിന്ന് കൂടി ഇവിടെ നിന്ന് കരമനയാറായിട്ട് പോവുകയാണ്. കണ്ടോ? നമ്മുടെ നാട്ടിലൂടെ പേപ്പാറ വഴി നമ്മുടെ നാട്ടിലൂടെ വന്നിട്ട് പിന്നെ പൂന്തറ ഭാഗത്തൂടെ കടലിലേക്ക് പോകുന്ന നമ്മുടെ കരമനയാറ്. നമ്മൾ ഫസ്റ്റ് വേറെ വന്നിട്ടുള്ള റിവർ ഏതൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും കരമന ആറ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ് പോകുന്നു. ഇനി അടുത്തൊരു റിവർ പറഞ്ഞിട്ടുണ്ട്, അവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം.
തളർന്നിട്ടൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഫുഡ് കൂടെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ബാഗിൽ വെയിറ്റുമാണ്. സമയത്തിന് ആഹാരം കഴിച്ചിട്ട് രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ വന്നപ്പോൾ നമ്മുടെ എറണാകുളംകാരൻ ഒരു ബിസ്ക്കറ്റ് തന്നു, അത് കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഫുഡും കൊണ്ട് വെറുതെ നടക്കുന്നേക്കാളും കുറച്ച് ദൂരം പോവുക, കഴിക്കാം. നമ്മൾ 3ാമത്തെ ക്യാമ്പിലായിട്ട് എത്തിയിട്ടുണ്ട്. കരമനയാർ ക്യാമ്പ് 3 എഴുതിയിട്ടുണ്ട്. ശരിയാണ്, ചേട്ടൻ നേരത്തെ പറഞ്ഞു തരുകയും ചെയ്തു. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിറയെ വലിയ കുഴികൾ എടുത്തിട്ടുണ്ട്, അതായത് മൃഗങ്ങൾ വല്ലതും വന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്ന് 14.5 കിലോമീറ്ററാണുള്ളത്. ഈ ക്യാമ്പിൽ ഒരു ചെറിയൊരു ഷെഡ് ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോയ്ലറ്റോ എന്തൊക്കെ സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തൊരു എല്ലാ വീഡിയോസിലും കാണുന്ന ഒരു മരമാണ്. എന്താ ഒരു വലിപ്പം നോക്കി. നമ്മൾ തൊട്ട് മുന്നേ ഒരു ആളിനെ കണ്ടു. പുള്ളിയുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പുള്ളി ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. എന്തായാലും കാണാൻ പറ്റി, അതൊരു സന്തോഷം. എനിക്ക് ഭാഷയുടെ പ്രശ്നം കൊണ്ട് വലുതായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എന്തായാലും കണ്ടു, അത്യാവശ്യ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി. പുള്ളി എൻ്റെ ഒരു ഫോട്ടോ എടുത്തു, എനിക്കും എടുക്കാൻ പറ്റിയില്ല. ബാംഗ്ലൂർ. This is first time? First time. Here? Fourth time. Fourth time. Thank you. Okay. All the best. Thank you. Name? Girish. Girish. Yeah. Thank you. Take care. ഇപ്പോൾ കണ്ട പുള്ളി നമ്മൾ യൂട്യൂബിൽ വീഡിയോ, ഞാൻ പറഞ്ഞില്ല ഒരുപാട് വീഡിയോ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ ഉള്ള ഒരു പുള്ളിയാണ്. എനിക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഒരു ദിവസം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇത്രയും മല കയറിയതിന് ശേഷം പിന്നെ അന്ന് തന്നെ പോകുമ്പോൾ അതൊരു ടയർഡാവും. പിന്നെ കാട്ടിൽ നിൽക്കാൻ പറ്റുന്നൊരവസരം, ഈ 2 ചാൻസ് ഉണ്ട്. 2 ദിവസം കൊണ്ട് വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം, 3 ദിവസം കൊണ്ട് വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ എന്തായിരുന്നാലും 3 ദിവസം എടുക്കും, അവിടെ നിന്നിട്ടേ വരത്തുള്ളൂ. നമ്മൾ കുറേ ദൂരം പിന്നെയും നടന്നിട്ടുണ്ട്. എന്തിൻ്റെ ആണെന്നറിയില്ല, മോഷണമൊക്കെ കിടപ്പുണ്ട്. വേണ്ടേ വേണ്ടേ ഇനി കരടിയോ മറ്റോ ആണോ? കരടി, കടുവ, പുലി, ആന ഒക്കെ ഉണ്ടെന്നാണ് പറയണേ. നമ്മൾ നടന്നു പോകുന്ന ഒരു സൈഡ് ശ്രദ്ധിച്ചറിയാം, ഒരു സൈഡ് കയറ്റമാണ്, ഒരു സൈഡ് നല്ല ഇറക്കമാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ ഉള്ളൊരു കുഞ്ഞു വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പുറത്തെ സൈഡുകളിൽ അതുപോലെ തന്നെയാണ്, മലനിരകളുണ്ട്. ഇവിടെ മുകളിലേ നല്ല കാറ്റ് വീശുമ്പോൾ നല്ല സൗണ്ടുണ്ട്, വലിയ മഴ വരുന്നതിൻ്റെ ആ ഒരു സൗണ്ടുണ്ട്. ഇനി മരങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണോ എന്നൊരു സംശയമുണ്ട്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്, മരങ്ങളൊക്കെ കുറയുന്നുണ്ട്. ഇവിടെയുണ്ട്, കണ്ടോ, ഇവിടെ എങ്ങാനും ഉണ്ടോ? ആണ്ട് ഇപ്പോൾ കൂട്ടത്തിൽ ആരും ഇല്ല കേട്ടോ, ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി പുൽമേടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് എന്താണ് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള പുല്ല് ഉള്ള സ്ഥലമാണ്. അതായാന്തോ അറിയില്ല, വീഡിയോ കണ്ടിട്ടുള്ള പരിചയമാണ്. അതല്ല, അവിടെ എന്തോ എത്തുമ്പോൾ ആൾ കൂട്ടത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. ശരിയാണ്, മരങ്ങൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. മരങ്ങളുടെ ഒരു രൂപം കണ്ടോ, പൊക്കം കുറഞ്ഞ മരങ്ങൾ. ഇത്രയും നേരം തിങ്ങി നിറഞ്ഞ മരങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാഴ്ച നോക്കി, ഇല കൊഴിച്ച് നിൽക്കുന്ന മരങ്ങൾ, അതും വലിയ പൊക്കമില്ലാത്ത ഹൈറ്റില്ലാത്ത മരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടു കഴിഞ്ഞാൽ വാടി നിൽക്കുന്നൊരു ഫീലുണ്ട് കേട്ടോ. പക്ഷേ വാടിയിട്ടില്ല, പച്ചയാണ്, ഇല പൊഴിച്ച് നിൽക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മുടെ പൊന്മുടിയിലൊക്കെ കാണുന്ന പോലെ പുല്ലുണ്ടല്ലോ, നിറയെ പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ട്. അതെ, കുറേ മരമാണ്, ഇതത്രയും ഫുള്ള് മരമാണ് കേട്ടോ. അതേ ഒരേ ഒരു ഇനത്തിൽപ്പെട്ട മരം തന്നെയാണ് ഫുള്ളായിട്ട് നിൽക്കുന്നത്. കണ്ടോ, കാറ്റ് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. പക്ഷേ ഇതൊന്നും അല്ല, അങ്ങ് മുകളിലെത്തുമ്പോൾ
കാറ്റിൻ്റെ അവസ്ഥ ഇതൊന്നും അല്ല. ഇവിടെയൊക്കെ കത്തിച്ചിട്ടുണ്ട്. കാട്ടുതീ പടരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഒരു ഹൈറ്റൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ കത്തിക്കുമായിരിക്കും. കത്തിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചില്ല. ഇടയ്ക്ക് അവിടെ വന്ന് പേപ്പറൊക്കെ നോക്കില്ലേ, ആ സമയത്ത് ഫുഡ് കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ സമയം ലാഭിക്കാം. എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഫുഡ് കഴിച്ചാലും കുറേ കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞ് വൈകുന്നേരം കുഴപ്പമില്ല. പക്ഷേ ഇനി അടുത്തൊരു ക്യാമ്പ് അല്ല ഒരു റിവറുണ്ടല്ലോ, അവിടെ എത്തിയിട്ട് കഴിക്കാം. കരടിയിലാണെന്നാണ് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇനി വേറെ എന്തെങ്കിലും ജീവിതാണെന്ന് അറിയില്ല. ഒരു കാഴ്ച അടിപൊളിയാണ്. നോക്കി, ഒരു രക്ഷയില്ലാണ്ട എല്ലാ മരങ്ങളും ഇല പൊഴിച്ച് നിൽക്കുന്നു. ഇവിടെ താഴോട്ടും അങ്ങനെ തന്നെ. ഇപ്പോൾ വേനലായതുകൊണ്ട് ഞാനവിടെ ഉപ്പ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ ചോദിച്ചു എന്തിനു ഉപ്പ് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു അട്ടയുടെ കേസ്, അട്ട കടി ഉണ്ടാവുമെന്ന് എന്തായിരുന്നല്ലോ എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് അട്ട കടിക്കുന്നതിന് കുഴപ്പമില്ല, ചിലർക്കൊരു അറപ്പാണ് സംഭവം. അതല്ല, ചിലപ്പോൾ എനിക്ക് അലർജി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. കണ്ടോ, കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പെടുത്ത് വെച്ചേക്കുന്നത്. അട്ടകടി കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ചൂടാണ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ. തണുത്ത കാറ്റുണ്ട്. ഇവിടുത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല കാലാവസ്ഥ. എപ്പോഴും വേണം മഴ, മഞ്ഞ്, ചൂട്, വെയിൽ, എന്ത് വേണോ വരാം, എന്ത് വേണോ സംഭവിക്കാം. എന്തായിരുന്നാലും നമുക്ക് നല്ലൊരു കാലാവസ്ഥ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് മുകളിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാ. ഓക്കെ, അപ്പോൾ വഴിയിൽ നമ്മളെ കൂടെ വന്ന ആൾക്കാർ ഇപ്പോൾ കണ്ടത് നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ്. പിന്നെ തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. നമ്മളോട് വന്ന ആൾക്കാരെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇനിയും വരുന്നുണ്ട്. അതായത് നമ്മുടെ ചെക്കിങ് കഴിഞ്ഞില്ലേ, അപ്പോഴേക്കും ഓരോരുത്തർക്ക് അകത്തേക്ക് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് വന്നു, ഒത്തു തുടങ്ങി, സ്പ്ലിറ്റായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓവർടേക്ക് ചെയ്യും. പിന്നെ അടുത്ത് ഞാൻ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരൊക്കെ എന്നെ ഓവർടേക്ക് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. ഒരു വഴി തന്നെയാണ്, വച്ച് വിട്ടാൽ മതി ഇതുവരയ്ക്ക്. ഇനി എങ്ങനെയാണെന്നറിയില്ല. ഇതുവരയ്ക്കും ഒറ്റ വഴിയാണ്. ആ വഴി മാത്രം അങ്ങ് നോക്കി വന്നാൽ മതി. ഓക്കെ, അടുത്ത ആ മരങ്ങളും കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സെക്ഷനിലായിട്ട് കയറിയിട്ടുണ്ട്. മീൻസ് അടുത്തും നമ്മൾ നേരത്തെ വന്ന പോലൊരു കാലാവസ്ഥ. നിറയെ മരങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിപ്പോൾ യാത്ര. ഓരോ മരങ്ങളും ഭയങ്കര രസമാണ് കാണാൻ. ഓരോ മരങ്ങളും ഓരോ രീതിക്കാണ് നിൽക്കുന്നത്. ഓരോ പ്രകൃതമാണ്. അതിൻ്റെ ഇലകളൊക്കെ കാണാനും വളരെ വെറൈറ്റിയാണ്. പിന്നെ ഈ കല്ലിനൊക്കെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് മരങ്ങളൊക്കെ. കുറേ വന്ന വഴിക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതും ഫേമസ് മരമാണ്. ഇതാണ് ഫേമസ് മരം. നമ്മുടെ ഇതിവിടെ വരുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. ഫേമസ് മരം അഗസ്ത്യാർ കൂടത്തിൻ്റെ കണ്ടോ, വലിപ്പം നോക്കി. എത്ര വർഷമായി കാണുമല്ലേ ഈ നില നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു കൂറ്റൻ മരം കേട്ടോ, കൂറ്റൻ. ഇത് ഇങ്ങനെ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും സൈഡിലേക്ക് നമ്മുടെ ആൽമരം നിൽക്കുന്നത് പോലെ. ആൽമരം ഇങ്ങനെ സൈഡിലേക്ക് വേരുകൾ ഇറക്കില്ല, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രകൃതം എന്ന് തോന്നുന്നു. സൈഡിലേക്ക് ഇങ്ങനെ വീശി ഇറങ്ങുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ ഇതാണ്. ഇവിടെ അടുത്ത് വേറൊരു സംഭവം. ഓരോ മരങ്ങളുടെ മൂട്ടിൽ നിന്ന് കണ്ടാലും നിറയെ കാഴ്ചയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇലകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സ്ഥിരം കാണുന്ന ഇലകളോ മരങ്ങളോ ഒന്നും അല്ല ഈ കാണുന്നത്. തിങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ നമ്മൾ സ്ഥിരം കാണുന്ന മരങ്ങളോ ഇലകളോ ഒന്നും അല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് പോകുന്നത്. നമ്മൾ അടുത്ത സ്ഥലം എത്തി എന്നാണ് തോന്നുന്നത് കേട്ടോ. ചെറു പുഞ്ചിരി. ഫുഡ് കഴിക്കാം, വെള്ളം കുടിക്കാം. ഞാൻ വെള്ളം കുടിച്ചില്ല, വെള്ളം ബാഗിലായിപ്പോയി. ഇനി എല്ലാം ഒന്ന് ഇറക്കി വെച്ചിട്ട്
ഫുഡ് കഴിക്കുക, അതിന് ശേഷം ഒന്നുകൂടെ ലോഡ് ചെയ്യുക, റീഫ്രഷ് ആയിട്ട് ഒന്നുകൂടെ പോകാം. അടിപൊളി സാധനം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അതാണെന്ന് തോന്നുന്നു കേട്ടോ, പൂത്തതാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. അവിടെ കുറേ പേര് ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഇത് രണ്ടാമത് പറഞ്ഞ താമരഭരണി എന്നോ എന്തോ പറഞ്ഞ ഒരു റിവർ, അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഷൂ ഇട്ടിട്ടുണ്ട്, വെള്ളം കൂടുതലാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. അത് എവിടെയെങ്കിലും ഒന്നിരുന്ന് ഫുഡും കഴിക്കണം. ഹായ് ഹായ്. ആ നിങ്ങളാ? ഞങ്ങൾ കോട്ടയം, എറണാകുളം, ആലപ്പുഴ എല്ലാം ഉണ്ട്. കഴിഞ്ഞിറങ്ങില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മുകളിൽ? അടിപൊളി. കോടായിരുന്നു അല്ലേ? മഞ്ഞായിരുന്നു? മഞ്ഞ ഞങ്ങൾ കയറിയപ്പോൾ മഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് വെയിലുണ്ട്, കുറച്ച് വിഷ്വലി കിട്ടും. മഞ്ഞും കിട്ടും, വിഷ്വലും കിട്ടും. നമ്മൾ നാളെ കയറത്തുള്ളൂ. നാളെ ഉള്ളൂ. ഇന്ന് അവിടെ പോയി ഫസ്റ്റ് നിങ്ങളോ? ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ പേര് തെറ്റിപ്പോയതാണ്. ഇത് വാഴപ്പേന്തി ആറെന്ന് പറയും, അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് സേഫാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടല്ല വന്നത്, ഈ ഒരു സ്പോട്ടിലിരുന്ന്, അതായത് മനോഹരമായിട്ടുള്ള ഈ ഒരു സ്പോട്ടിലിരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മളെ കൂടെ വന്ന പയ്യൻ ഫുഡ് കൊണ്ടുവന്നിട്ടില്ല, അവൻ അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഊണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ തൽക്കാലം ആശ്വാസം, നമ്മൾ ഫുഡ് കഴിച്ച് കുറേ നേരമായിട്ട് പറഞ്ഞു ഇവിടെ എല്ലാം കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ്, സേഫാണ് കേട്ടോ. വളരെ ആഴം കുറവാണ്, അവിടെയും ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് കുടിക്കാനുള്ള വെള്ളം അങ്ങ് മുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. നമ്മുടെ കൂടെ ആദ്യം കയറിയ ആ പയ്യനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് അടുത്തൊരു സ്പോട്ടിലോട്ടല്ല, ബാക്കി യാത്ര തുടരുകയാണ്. നടക്കാം, ഫുഡ് കഴിച്ചു മുകളിലോട്ട് പോകും.